വിദ്യാർത്ഥി സമരങ്ങളും പരീക്ഷാ വിവാദങ്ങളും. നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ശക്തമായി തുടരുന്നു. പരീക്ഷാ ചോർച്ച തടയുന്നതിനായി കർശന വ്യവസ്ഥകളുള്ള പുതിയ നിയമം മന്ത്രിസഭ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ സോനം വാങ്ചുക് സർക്കാരുമായുള്ള ചർച്ചകളെ തുടർന്ന് തന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചു. പാർലമെന്റ് നടപടികൾ സ്തംഭിച്ചു. പരീക്ഷാ ചോർച്ചാ വിവാദങ്ങളിലും മന്ത്രിയുടെ രാജിക്കുള്ള ആവശ്യത്തിലും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടർച്ചയായി തടസ്സപ്പെട്ടു. സുപ്രീംകോടതി ഉത്തരവുകൾ. കോടതി നടപടികളുടെ ദൃശ്യങ്ങൾ മുൻകൂർ അനുമതിയില്ലാതെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് സുപ്രീംകോടതി വിലക്കി. കൂടാതെ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട മാധ്യമവാർത്തകളിൽ സംയമനം പാലിക്കാനും കോടതി നിർദ്ദേശിച്ചു. അന്താരാഷ്ട്ര വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷവും എണ്ണവിലയും. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ രൂക്ഷമായി തുടരുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക നീക്കങ്ങളും തിരിച്ചടികളും മേഖലയിലെ സമാധാനാന്തരീക്ഷത്തെ ബാധിച്ചിട്ടുണ്ട്. സംഘർഷങ്ങളെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഗണ്യമായി വർദ്ധിച്ചു. യൂറോപ്പിലെ കടുത്ത കാലാവസ്ഥ. യൂറോപ്പിൽ കാട്ടുതീ പടരുന്ന സാഹചര്യത്തിൽ സ്പെയിനിൽ ആദ്യമായി കാട്ടുതീ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആയിരക്കണക്കിന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. രാഷ്ട്രീയ മാറ്റങ്ങൾ. ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ രാജ്യത്തെ ആഭ്യന്തര മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ഔദ്യോഗികമായി രാജിവെച്ചു.